സ്നേഹവാനും മഹാപരിശുദ്ധനും തൻ്റെ കൃപയാൽ നമ്മളെ വിളിച്ചവനും തൻ്റെ ദിവ്യസ്നേഹം നമ്മളിൽ പകരുന്നവനും തൻ്റെ നാമം നമ്മളിൽ കൂടെ മഹത്വീകരിക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവം കൃപയാൽ നമുക്ക് ദാനമായി തന്നതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ചതായ ഒരു ചെറിയൊരു അതിൽ ഒരു നല്ലൊരു മനോഹരമായൊരു ഇതുണ്ടായിരുന്നു. ചിന്ത അത് പറയുന്നത്, എല്ലാ ദിവസവും ആരംഭിക്കുന്നത് ചില പ്രതീക്ഷകളോടെയാണ്, എന്നാൽ എല്ലാ ദിവസവും അവസാനിക്കുന്നത് ചില അനുഭവങ്ങളോടെയാണ്. ഇതാണ് ജീവിതമെന്ന് വളരെ അർത്ഥവത്തായിട്ടൊരു വാക്യമായി ഒരു ചിന്തയായിട്ടത് തോന്നി. ദിവസം ആരംഭിക്കുന്നത് പ്രതീക്ഷകളോടെ, അവസാനിക്കുന്നത് അനുഭവങ്ങളോടെ. നമ്മുടെ ജീവിതങ്ങൾ എല്ലാം ഓരോ അനുഭവങ്ങളുണ്ട്. ഓരോ ദിവസവും ചിലത് നമ്മൾ കാണുന്നു, ചിലത് കാണാതെ പോകുന്നു. എന്നാൽ എല്ലാറ്റിനും ചെറുതും വലുതുമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവികമായ സാക്ഷ്യമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. എല്ലാറ്റിലും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ദൈവം ഇടപെടുന്നതും ദൈവം അതിന് സവിശേഷമായ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതും എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തെ നമ്മൾ അനുവദിക്കുമ്പോൾ, ഇഫ് വി വിൽ അലൗ, നമ്മൾ അനുവദിച്ചാൽ മാത്രം ദൈവം അല്ലെങ്കിൽ അല്ലാത്ത ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അനുവദിച്ചിട്ടുള്ള ജീവിതം സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന് നമ്മളെ പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിന് നമ്മളിൽ കൂടെ തൻ്റെ മഹത്വത്തിനായി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ചിന്തിച്ചു വരുന്ന സങ്കീർത്തനം 99, അതിൻ്റെ 2 പോർഷൻ നമ്മൾ ചിന്തിച്ചു. 3 പോർഷനായിട്ടാണത്. കാരണം പരിശുദ്ധൻ 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 എന്ന് പറയുന്ന 3 പ്രാവശ്യം 3 പോർഷനായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇവിടെ ചിന്തിച്ചതുപോലെ ദൈവിക അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം അതിനോട് സാമ്യപ്പെടുത്തുകയാണ്. 99:6 നമ്മൾ പറഞ്ഞു, അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്റോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരമരുളി. അപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു ദൈവം, അതാണ് നമ്മൾ ചിന്തിച്ചത്. സാധാരണമാണ്, പക്ഷേ ദൈവത്തെ അനുവദിക്കുമ്പോൾ അത് അസാധാരണമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് മാറുകയാണ്. നമ്മളിവിടെ കാണുന്ന മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. 7-ാമത്തെ വാക്യം, അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കുവീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. അപ്പോൾ ഇവിടെ മോശയും അഹ്റോനും വിളിച്ച് മാത്രമല്ല, ഈ ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരം തരുന്ന ദൈവം. ഹാഗാറിൻ്റെ നിലവിളി മരുഭൂമിയിൽ കേട്ട ദൈവം അല്ലേ. ഹാഗാറിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത്ര വലിയൊരു അബ്രഹാമിൻ്റെ കൂടാരത്തിലൊരു ദാസിയായിരുന്നു. എന്നാൽ ഹാഗാറിൻ്റെ നിലവിളി ദൈവം കേൾക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ നിലവിളി, നിൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. ആ കൊച്ചിന് എത്രമാത്രം പറയാനായിട്ട് സാധിക്കും, പക്ഷേ ആ നിലവിളി കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം. ദാവീദ് പറയും, അത് ഞാൻ എൻ്റെ അമ്മയുടെ മുലകുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. വളർന്നു വന്നപ്പോഴാണ് പലതിനെയും പേടിയും സമൂഹത്തിൽ പലതിനെയും പേടിക്കുവാനൊക്കെ തുടങ്ങി ദാവീദ്, അഭയം. എന്നാൽ അമ്മയുടെ മുലകുടിക്കുമ്പോൾ നിർഭയം വസിക്കുമാറാക്കുന്ന ഒരു ദൈവം. അവിടെ നമുക്ക് ഭയമില്ല, ഫിയർലെസ് ആണത് അല്ലേ. എവിടെ കിടത്തിയാലും എവിടെ ഭയപ്പെടാതെ, ആ ഒരു ഭയമില്ല, ആ ഒരു നിഷ്കളങ്കത്വത്തിൻ്റെ ആ ധൈര്യമാണ് അതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ് ഉത്തരം തരുന്ന ഒരു ദൈവം. എല്ലാവരും ഇപ്പോൾ പുതിയ നിമിത്തിലേക്ക് വരുമ്പോൾ ക്നാനായക്കാരി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം, ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരം ലഭിക്കുകയാണ്. അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ എടുത്ത് സവിശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാം തിരസ്കരിക്കുക. കാനാവിലെ കല്യാണത്തിൽ നിങ്ങൾക്കറിയാം, അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർക്ക് വീഞ്ഞ് വർദ്ധിപ്പിച്ചു. ഈ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്തിട്ട് മാതാവാണ് മധ്യസ്ഥത എന്ന് പറയുന്ന പോലെ പറയുകയാണ്. തുറന്നു നോക്കുക, എല്ലാവരും നിലവിളിച്ചു, കുരുടന്മാർ നിലവിളിച്ചു, ദാവീദ് പുത്രാ ഞങ്ങളോട് കാരണം അവർക്ക് കാഴ്ച കിട്ടി. അതെന്തൊരു ഇതാണ്, ഡയറക്റ്റ് ആൻസറിങ് അല്ലേ, ഡയറക്റ്റ് ആൻസറിങ് അല്ലേ. അപ്പം നമുക്കത് ഒരു കാര്യം, അത് നമുക്ക് ദൈവത്തോട് അടുപ്പിക്കാതിരിക്കുക മനുഷ്യനെ ശത്രുവിൻ്റെ തന്ത്രം. ദൈവം എന്തോ ഭയങ്കരനാണെന്നോ, ദൈവം എന്തോ ഇങ്ങനെ അല്ല. ദൈവം നമ്മുടെ എളിമയിൽ താഴ്മ ധരിക്കുന്നവരെ ഞാൻ എളിമപ്പെട്ടു, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവം. അവൻ്റെ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവമാണ്. താഴ്മയുള്ളവനെ, എളിയവനെ ആദരിക്കുന്ന, എളിമപ്പെടുന്നവർക്ക് ഞാൻ എളിമപ്പെട്ടു യഹോവനെ രക്ഷിച്ചു ദാവീദും പറയുന്നുണ്ട്.
എന്നെ ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നവൻ്റെ നാമം പരിശുദ്ധം തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പാട്ടിൽ അവിടെ പറയുന്നുണ്ട്. മാതാവിൻ്റെ പാട്ടിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ ശക്തനായവൻ എനിക്ക് വലിയ ചെയ്യുകയാണ്. ശക്തനായവൻ, താഴ്ചയുള്ളവർ, എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, താണവരെ ഉയർത്തുന്ന ദൈവം. അപ്പോൾ ആ താഴ്മയാണ് അവിടെ ഏറ്റവും ഇതായിട്ട് നമ്മൾ തന്നെ താഴ്ത്തുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ട്. യാചിക്കുന്ന ഏവനും യാചിപ്പിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും, മുത്തുന്ന ഏവനും തുറക്കപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരിക തന്നെ ചെയ്യും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ ന്യൂനതയിൽ നമ്മളിലേക്ക് നോക്കി, നമ്മുടെ സോഴ്സസിലേക്ക് നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് പരിമിതിയാണ്. അതിൽ ചിലപ്പോൾ ദുർലഭമായിരിക്കും, അത് കുറവായിരിക്കും. അത് നമ്മൾ ദൈവത്തിൻ്റെ സോഴ്സ്, ദൈവം ആരാണ്, നമ്മൾ ചോദിക്കുന്ന ദൈവം ആരാണ്. എവിടെയും ഒരു മീറായിട്ട് ഒരു ചിന്ത ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതായത് ഒരു അലക്സാണ്ടർ ചക്രവർത്തിയാണോ എന്നറിയില്ല, ഒരു വ്യക്തിയോട് വന്ന് ഒരു മനുഷ്യൻ യാചിക്കുകയാണ്. അപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ അവൻ ഒരു ഷില്ലിങ്ങോ അത്ര ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് ഭൃത്യനോട് പറയും അവന് 100 എടുത്ത് കൊടുക്കുക. അപ്പോൾ അവൻ ചോദിച്ചത് അവൻ്റെ അല്പത്വത്തിൽ നിന്നാണ്. ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ സമൃദ്ധി നിന്ന് കൊടുക്കുമെന്ന്. ആ രാജാവ് സമർത്ഥമായിട്ട് എടുത്ത് കൊടുക്കും. അവൻ ചോദിച്ചതല്ല, അതിലും അധികമായിട്ട് കൊടുക്കുകയാണ്. കാരണം രാജാവിൻ്റെ സമൃദ്ധി. അവൻ രാജാവിനെ കാണുമ്പോൾ വലുത് ചോദിക്കേണ്ടായിരുന്നു, പക്ഷെ അവൻ ചോദിച്ചത് നിസ്സാരമാണ്. അവൻ്റെ അല്പത്വത്തിൽ നിന്നാണ് ചോദിച്ചത്. പക്ഷേ ദൈവം നൽകുമ്പോൾ ദൈവിക സമൃദ്ധി എന്നാണ്. അതാണ് സകലവും ധാരാളമായി നമുക്ക് അനുഭവിക്കാൻ കുറവ് തരുന്ന ദൈവമെന്ന് തീമോത്തിയോസിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അനാവശ്യങ്ങളല്ല, ഗ്രീഡിയല്ല, നമ്മുടെ ആവശ്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഈ ഒരു ചിന്ത വേണം, ദൈവത്തിനെല്ലാം കഴിയും. ഇമ്പോസിബിൾ പോസിബിൾ ഫോർ ഗോഡ്. മനുഷ്യർക്ക് അസാധ്യം, ഞാൻ ചോദിക്കുന്ന അസാധ്യമാണ് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ, പക്ഷേ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവഹിതമാണെങ്കിൽ, അതാണ് നമ്മൾ ഓരോ പ്രാർത്ഥനയും ചേർക്കുന്നത്. കർത്താവേ, ഇത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ദൈവം അത് അംഗീകരിക്കപ്പെടുകയാണ്. ദൈവോന്മുഖമായ ദൈവഹിതപ്രകാരം ദൈവം നമുക്കതിന് ഉത്തരം തരും. ഏതായാലും നമ്മളിവിടെ ഈ സംഭവത്തിലേക്ക് വരികയാണ്. അവിടെ 7-ാമത്തെ വാക്ക്, മേഘസ്തംഭത്തിൽ നിന്ന് അവനവരോട് സംസാരിച്ചു, അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഇത് പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ചില അധ്യായങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്കതൊന്ന് ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് തൊട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഈ മോശ പർവ്വതത്തിൽ കയറി കൽപ്പലയൊക്കെ മേടിച്ച് താഴത്ത് ഇറങ്ങി വരുമ്പോൾ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയൊക്കെ ചെയ്യണം. അവിടെ മോശ കൽപ്പലയൊക്കെ തകർത്തെറിയുകയാണ്. കാരണം ആ ഒരു ഡിവൈൻ ദൈവികമായ ആ ഇതിൽ മോശ കൽപ്പലയൊക്കെ ഉടച്ചു കളയുകയാണ്. കാരണം മോശ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അഹരോൻ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അതിന് ഇസ്രായേൽ ജനം ചെന്ന് പൊന്നൊക്കെ കൊടുക്കുന്ന കാളക്കുട്ടി ഉണ്ടാക്കി. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 33-ാമത്തെ അധ്യായത്തിൽ ഈ മോശ കൂടാരമെടുത്ത് 7-ാമത്തെ വാക്യത്തിൽ പറയാം, ഇവിടെ 7-ാമത്തെ വാക്യം, മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. സമാഗമന കൂടാരം നിർമ്മിക്കുകയാണ്. ഇനി മലയിലേക്ക് കയറിപ്പോയി 40 ദിവസം താമസിച്ചുകൊണ്ടല്ല ഈ ജനം ഇത്ര ഇത് ചെയ്തത്. അല്ല, അവരുടെ ആ തെറ്റിപ്പോകുന്ന ഹൃദയമാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് കാത്തിരിക്കാമായിരുന്നു 40 ദിവസം അവർക്ക്. ഇവിടെ ഏതായാലും അങ്ങോട്ടല്ല, സമാഗമം കൊണ്ട് ദൈവം ഇറങ്ങി വരുന്നു അവരുടെ കൂടാരത്തിലേക്ക്. അതാണ് അവിടെ പ്രത്യേകത. സമാഗമ കൂടാരം, യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമ കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ആഗമനം, ദൈവം ഇറങ്ങി വരും, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരം, അത് പില്ലർ ഓഫ് ക്ലൗഡ് അല്ലെ, ആ പില്ലർ അത് ഇറങ്ങി ഹി സ്പോക്ക് ടു ദം ഇൻ ദ പില്ലർ ഓഫ് ക്ലൗഡ്. ആ പില്ലർ ഓഫ് ക്ലൗഡ് എന്ന് പറയുന്നത് മേഘസ്തംഭത്തിൽ ദൈവം ഇറങ്ങി വന്നവരോട് സംസാരിക്കുക, മോശയോട് സംസാരിക്കുക, മുഖാമുഖമായി സംസാരിക്കുക. 11-ാമത്തെ വാക്യം, ഒരു തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അല്ലേ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര ഇതാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് ആർക്ക് അളക്കാൻ പറ്റും. എന്നിട്ട് മോശ ദൈവത്തോട്, ഇതാണ് സമാഗമന കൂടാരം. ഇന്ന് സമാഗമന കൂടാരം എന്ന് പറയാൻ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ കൂടാരങ്ങൾ അല്ലേ. ഇന്ന് നമ്മളിലേക്ക് ദൈവം ഇറങ്ങി വരും, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. നമ്മൾ എങ്ങോട്ടും പോകുകയില്ല. മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്, അറകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്. ദൈവം അവിടെയുണ്ട്, ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ സിംഹാസനം.
നമ്മുടെ ആത്മാവിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും, പ്രാർത്ഥനയ്ക്കുമൊക്കെ നമ്മളെ ശക്തീകരിക്കും. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ല, റോമർക്ക് ലേഖനം 9. എന്നാൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യും നമ്മുടെ അകത്തു നിന്ന്. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരും. അത് ഞരക്കങ്ങളായിട്ട് ചില വാക്കുകൾ കാണത്തില്ല, പക്ഷേ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടാകും. ആ ഒരു ബന്ധം നമുക്ക് കിട്ടും ദൈവത്തോട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള, അല്ല കേൾക്കുന്ന ഒരു ദൈവം കൊണ്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും, ഉത്തരം തരുന്നൊരു ദൈവം. ഏതായാലും ഇവിടെ ഈ മോശ സമാഗമന കൂടാതെ ചെന്നിട്ട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നൊരു കാര്യം, കർത്താവെ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമേ, ഞങ്ങളോടുകൂടെ പോരണം. അപ്പം മരുഭൂമിയിൽ കൂടെ അവർ സഞ്ചരിക്കാൻ പോവുകയാണ്. ആകിയാൽ എന്നോട് കൃപയുണ്ട്, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്നെ കൃപയുണ്ടാകട്ടെ, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ നിൻ്റെ ജനമെന്ന് ഓർക്കണമേ. 11-ാമത്തെ വാക്യത്തിൽ അതിനവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവനോട് മോശ പറയുക, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ. അപ്പോൾ മോശ ചോദിക്കുന്ന ഒരു കാര്യം, നിൻ്റെ കൃപ വേണം, നിൻ്റെ സാന്നിധ്യം വേണം. ദൈവമേ, നിൻ്റെ കൃപ എനിക്ക് വേണം, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നിട്ട് പറയുകയാണ് ദൈവം പിന്നെയും പറയാം 17-ാമത്തെ വാക്യം, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. കണ്ടോ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ അവൻ, അടുത്തത് മോശയുടെ ആവശ്യമാണ്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവൻ കരുണ കാണിക്കും. എന്നാലും നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പറയാം. എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാമതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. ഈ പാറ ഏതാ? ക്രിസ്തുവ. എൻ്റെ അടുക്കൽ ഒരു പാറയുണ്ട്, ആ പാറയുടെ മറവിൽ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ പിൻഭാഗം നീ കാണും. ദൈവത്തിൻ്റെ തേജസ്സാണത്. അതാണ് ഒരു മനുഷ്യനും എൻ്റെ ഭാഗം നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുകയാണ്, ഇത് നമുക്ക് എവിടെ കാണാനായിട്ട്, ആ പാറ ക്രിസ്തു അത്രേ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ ദൈവിക ദർശനം തന്നെയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണാൻ പറ്റുന്നത്. അവിടെ മോശ ചോദിക്കും, നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. നമ്മൾ എന്തിലേക്കാണ് ദൈവം നടത്തുന്നത്? തേജസ്കരണത്തിലേക്ക് നടത്തുന്നത്. റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി നൽകുന്നു. 8:29 അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സാധനമാരുടെ ധ്യാനാകേണ്ട അവൻ്റെ സ്വരൂപത്തോടെ രൂപകാൻ മുന്നയിച്ചിരിക്കുന്നു. മുന്നയിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണത്തിൻ്റെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധീകരിക്കുക. അതാണ് സങ്കീർത്തന അവസാനം അത് പറയുകയാണ്. 8-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി, നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു. ക്ഷമ കാണിക്കുന്ന ദൈവം, ഉത്തരമരുളുന്ന ദൈവം. നമ്മുടെ ദൈവമായ യഹോവയെ പോഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കും. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. അതാണ് തേജസ്കരണം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധീകരിക്കുക, അവൻ്റെ തേജസ്സിനൊത്തവണ്ണം നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായി. പ്രകാശം കൂടുതൽ പിടിച്ചടക്കുവാൻ കഴിയാത്ത പ്രകാശം എത്രയുണ്ട്, പല രീതിയിലുണ്ട്, പല നിലയിലുണ്ട്. 0 വോൾട്ട് ബൾബുണ്ട്, 15 വോൾട്ട് ഉണ്ട്, ഇങ്ങനെ ഓട്ടമുണ്ട്, ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ മഹിമ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കണ്ട സൂര്യനെ വെല്ലുന്ന ഒരു പ്രഭയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ ആ ഒരു രൂപാന്തരീകരണം നമ്മളിൽ നടക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സമർപ്പിക്കാം. അപ്പോൾ ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി മോശയോടും ജനത്തോടും സംസാരിച്ചെന്നാൽ, ഇന്ന് ഞങ്ങളാണ് നിൻ്റെ സമാഗമന കൂടാരമെന്നും ഞങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വസിക്കുന്ന ദൈവം, വിശ്വാസത്താൽ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ഈ ദൈവിക അനുഭവങ്ങൾ കൂടുതലായി അതിൻ്റെ ആഴത്തിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കൃപകൾക്കായ സ്തുതി. തിരുസ്ഥാനത്ത് ഞങ്ങളോടുകൂടി എല്ലാ തിരുനാമത്വത്തിനായി തന്നെ. ആമേൻ. ദൈവത്തിൽ എന്നും ഞാൻ ആനന്ദിപ്പതിനും നീതിയും ശാന്തിയും ദാനമായി തന്നത സ്തോത്രയാഗം അനുദിനവും തരുന്നടിയാൻ അത്യാദരവാ. സ്തോത്രം നാഥ
സ്തോത്രം നാഥ, സ്തോത്രം നിനക്കൻ യേശുദേവാ. അനുദിനവും തരും നടിയാൻ അത്യാദരവാ.